കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന രാജസ്ഥാൻ, കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസമുണ്ടായിരുന്ന രാജസ്ഥാൻ. എന്നാൽ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കൈവിട്ടുപോയ രാജസ്ഥാൻ BJPയുടെ ശക്തി കേന്ദ്രമായി മാറുന്ന സാഹചര്യമാണ് നിലവിൽ നടക്കുന്നത്. ഹിന്ദി ഹൃദയഭൂമികയിലെല്ലാം ഇടം പിടിച്ച BJPയെ കഴിയുന്നത്ര സീറ്റുകളിൽ തോൽപ്പിക്കുക എന്നത് ഇന്ത്യ സഖ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്നതും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റു പാർട്ടികൾക്ക് കൂടുതൽ സീറ്റുകൾ നൽകിക്കൊണ്ട് ശക്തമായ രീതിയിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്തി മുഖ്യധാരയിലേക്ക് അധികാരത്തിലേക്ക് എത്തുവാൻ ഇന്ത്യ സഖ്യം ശ്രമിക്കുന്നതും. അവിടെ രാജസ്ഥാനുള്ള പങ്ക് വളരെ വലുതാണ്. രാജസ്ഥാൻ ഇപ്പോൾ BJP തങ്ങളുടെ അധികാര കേന്ദ്രമാക്കി നിലനിർത്തുന്ന ഒരിടത്ത് 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP മുന്നേറ്റമുണ്ടാക്കിയ രാജസ്ഥാനിൽ ഇക്കുറി അതിനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ കോൺഗ്രസിന് വിജയിക്കണമെന്ന ആത്മവിശ്വാസത്തിന് പുറത്താണ് പല തന്ത്രങ്ങളും നിലവിൽ പല സംസ്ഥാനങ്ങളിലും പയറ്റുന്നത് പോലെ തന്നെ രാജസ്ഥാനിലും കോൺഗ്രസ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രാജസ്ഥാനിൽ കോൺഗ്രസിന് ആശ്വസിക്കുവാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും കഴിയുന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാജസ്ഥാനിലെ ആദിവാസി ഭൂരിപക്ഷ മേഖലയായ ബൻസ്വാര ദുംഗർപൂരിൽ മികച്ച മുന്നേറ്റം കൊണ്ടുവരുവാൻ വേണ്ടി കോൺഗ്രസ് തന്ത്രപരമായ നീക്കത്തിന് തയ്യാറെടുക്കുന്നു. ആദിവാസി ഭൂരിപക്ഷ മേഖലയിലെ ശക്തമായ പാർട്ടിയായ ഭാരതീയ ആദിവാസി പാർട്ടിയെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നു. അതായത് BJPയുടെ കയ്യിലുണ്ടായിരുന്ന രാജസ്ഥാനിലെ ബാൻസ്വാര സീറ്റ് തിരിച്ചുപിടിക്കുവാൻ വേണ്ടി ആദിവാസി സമുദായത്തിന്റെ പാർട്ടിയെ കോൺഗ്രസിനോടൊപ്പം ചേർത്ത് നിർത്തുന്ന തന്ത്രപരമായ നീക്കത്തിന് തയ്യാറെടുക്കുകയാണ് രാജസ്ഥാനിലെ കോൺഗ്രസുകാർ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന സമയത്തിന് തൊട്ടുമുമ്പായിരുന്നു കോൺഗ്രസ് പിന്തുണ അറിയിച്ചത്. ചർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ ഭാരത് ആദിവാസി പാർട്ടിയുമായി കാര്യമായ നീക്കുപോക്കുകൾ നടക്കില്ല എന്ന് വിശ്വസിച്ച കോൺഗ്രസ് പിന്നീട് ചർച്ചയിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നു. കോൺഗ്രസിന്റെ പിന്തുണ BJPക്ക് നൽകുന്നു. വലിയ ആത്മവിശ്വാസമാണ് BJPക്ക് പിന്തുണ നൽകിയതോടുകൂടി ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാകുന്നത്. കാരണം ഭാരത് ആദിവാസി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ മേഖലകളിൽ ഭൂരിപക്ഷമുള്ളത് ആദിവാസി സമുദായത്തിൽപ്പെട്ടവരാണ്. അവരെ തങ്ങളോടൊപ്പം ചേർന്ന് നിർത്തിയാൽ BJPയുടെ സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുക്കുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇന്ത്യ സഖ്യവും കോൺഗ്രസും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് BJPക്ക് പിന്തുണ അറിയിച്ചത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് തൊട്ടു മുമ്പായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥിയായ രാജ്കുമാർ റൂട്ടിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രഖ്യാപനം നടത്തിയത്. കോൺഗ്രസിന്റെ പിന്തുണ കൂടി രാജ്കുമാർ റൂട്ടീൻ എന്ന BJPയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതോടുകൂടി ശക്തമായ രീതിയിൽ ഒരു മത്സരം കാഴ്ചവെക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് രാജസ്ഥാനിലെ BJPയും കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഒക്കെ ഉള്ളത്. പക്ഷേ അവിടെയും കോൺഗ്രസിന് ചെറിയൊരു കല്ലുകടി ഉണ്ടായി. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചിരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ച യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയായ അരവിന്ദ് ദാമോർ തന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാതെ പോവുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ 6 വർഷത്തേക്ക് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കില്ല എന്ന അറിയിപ്പും കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. കോൺഗ്രസിനെതിരായി BJP മത്സരിപ്പിക്കുന്നത് മുൻമന്ത്രിയായ മഹേന്ദ്രജിത് സിംഗിനെയാണ്. മഹേന്ദ്രജിത് സിംഗിനെ മത്സരിപ്പിച്ചുകൊണ്ട് മണ്ഡലത്തിൽ BJPയുടെ സാന്നിധ്യം നിലനിർത്തുവാനാണ് BJP ശ്രമിക്കുന്നത്. എന്നാൽ BJP എന്ന ഭാരത് ആദിവാസി പാർട്ടിയുടെ പിന്തുണ ലഭിച്ചതോടുകൂടി ആദിവാസി സമുദായത്തിലുള്ള വോട്ടർമാർക്ക് കൂടുതൽ പ്രാധാന്യമുള്ള കൂടുതൽ അംഗങ്ങളുള്ള ബാൻസ്വാരയിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ പോകുന്നത്. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ സീറ്റുകൾ അധികം നേടുക എന്നത് ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം രാജസ്ഥാനിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. തെക്കേ ഇന്ത്യയിൽ BJP വലിയ തേരോട്ടം ഉണ്ടാക്കുവാൻ സാധ്യതയില്ലാത്ത സംസ്ഥാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ മികച്ച തേരോട്ടവും വേരും ഉറപ്പിക്കുവാൻ സാധിച്ചാൽ BJPയോട് ഏറ്റുമുട്ടുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ സഖ്യമുള്ളത്. അതുകൊണ്ട് തന്നെയാകണം ബാൻസ്വാരയിൽ ആദിവാസി സമുദായത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് BJPക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് ശക്തമായ ഒരു മത്സരത്തിന് തുടക്കം കുറിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് 26-ാം തീയതി നടക്കുവാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബാൻസ്വാര ജില്ലയിലെ ബാഗിദ്വാര നിയമസഭാ സീറ്റിൽ BJP സ്ഥാനാർത്ഥിയായ ജയകൃഷ്ണ പട്ടേലിനെയും കോൺഗ്രസ് പിന്തുണയ്ക്കും. ബാൻസ്വാര ദുംഗർപൂർ ജില്ലകളിൽ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 അസംബ്ലികളിൽ ശക്തി തെളിയിച്ച് തെരഞ്ഞെടുപ്പ് നടന്ന 3 അസംബ്ലികളിലും ശക്തി തെളിയിച്ച പാർട്ടിയാണ് BJP. ആ ഭാരത് ആദിവാസി പാർട്ടി കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസ് അതിന് പിന്തുണ അർപ്പിക്കുമ്പോൾ കാര്യമായ മുന്നേറ്റം ഈ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന് നിൽക്കുന്ന ലോക്സഭാ മണ്ഡലത്തിലും കൈവരിക്കുവാൻ സാധിക്കുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുകയാണ് കോൺഗ്രസ്. എന്നാൽ
BJP കോൺഗ്രസിന്റെ മുൻ നേതാവിനെ കളത്തിലിറക്കിക്കൊണ്ട് മാനസികപരമായും അല്ലാതെയും കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി തങ്ങളുടെ സിറ്റിംഗ് സീറ്റ് ഉറപ്പിക്കുവാനുള്ള തന്ത്രപരമായ നീക്കത്തിന് കളമൊരുക്കുകയാണ്. എന്തായാലും തെക്കേ ഇന്ത്യയേക്കാൾ വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്, പ്രത്യേകിച്ചും ഹിന്ദി ഹൃദയ ഭൂമികയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ BJP നിൽക്കുമ്പോൾ രാമക്ഷേത്ര നിർമ്മാണമടക്കം നിരവധി പദ്ധതികളിൽ സ്ത്രീകളടക്കമുള്ളവർക്ക് ഗുണകരമായ പദ്ധതികളിൽ BJPക്ക് മുൻതൂക്കം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിൽ BJP നിൽക്കുമ്പോൾ ഇന്ത്യ സഖ്യം ചെറുപാർട്ടികളെയെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു വലിയ ശക്തിയായി മാറുമെന്ന ആത്മവിശ്വാസത്തിലും ആത്മധൈര്യത്തിലുമാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ പോകുന്നത്. ഇനി വിജയം ആർക്കാണ് എന്നറിയുവാൻ നാളുകൾ ബാക്കിയുണ്ട്. മെയ് മാസത്തിൽ വിധി പറയുമ്പോൾ വിധി ആർക്കനുകൂലമെന്ന് അറിയാം.